പെരുമ്പടപ്പിലെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് LDF ഡിവിഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉപരോധ സമരം സംഘടിപ്പിച്ചു. പെരുമ്പടപ്പിലെ കുടിവെള്ളത്തിലെ മലിനജല പ്രശ്നത്തിന് യുദ്ധകാലാടിസ്ഥാനത്തിൽ പരിഹാരം കാണുക, പമ്പിംഗ് സമയം വർദ്ധിപ്പിക്കുക, പഴക്കം ചെന്ന പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കുക, ബദൽ മാർഗം എന്ന നിലയിൽ പ്രശ്നപരിഹാരം വരെ ടാങ്കറിൽ വെള്ളം എത്തിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കരുവേലിപ്പടി വാട്ടർ അതോറിറ്റി ഓഫീസിൽ ഉപരോധ സമരം നടത്തി. പോവല്ലാതെ ശാശ്വതമായ ഒരു പരിഹാരം കാണുവാൻ നമ്മുടെ ഡിവിഷനിലെ കാണകളിലൂടെയും റോഡുകളിലൂടെയും പോയിരിക്കുന്ന പൈപ്പുകളെല്ലാം മാറ്റിത്തരണമെന്നുകൊണ്ട് പല പ്രാവശ്യം വാട്ടർ അതോറിറ്റിയെ സമീപിച്ചിട്ടും ഇതിന് ഉത്തരവ് മാത്രമല്ല അവിടെയുള്ള വ്യക്തികൾ ഇതിനു വേണ്ടി പൈപ്പ് സ്പോൺസർ ചെയ്തിട്ടും മാറ്റിയിടുവാനുള്ള സംവിധാനമോ അല്ലെങ്കിൽ അവിടെ അത് മാറ്റിയിട്ട് വെള്ളം വരുന്നുണ്ടോ, ആളുകളുടെ ആവശ്യം പ്രശ്നം അത് പരിഹരിക്കപ്പെടുന്നുണ്ടോ എന്ന് പോലും ഒരു ഉത്തരവാദിത്വത്തോടെ ചെയ്യുന്നു. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ മലിനജലം കുടിച്ച് കുട്ടികൾക്കും കുട്ടികളുൾപ്പെടെ മുതിർന്നവരുൾപ്പെടെയുള്ള എല്ലാ വിഭാഗത്തിലെ ആളുകൾക്കും രോഗാവസ്ഥയും ജലത്തിലൂടെ പകരുന്ന പകർച്ചവ്യാധികൾക്ക് ഞങ്ങളുടെ LDF ഡിവിഷൻ കമ്മിറ്റി സംഘടിപ്പിച്ച സമരം കൊച്ചി നഗരസഭ പ്രതിപക്ഷ നേതാവ് VA ശ്രീജിത്ത് ഉദ്ഘാടനം ചെയ്തു. ഡിവിഷൻ കമ്മിറ്റി ചെയർമാൻ NE അലക്സാണ്ടർ അധ്യക്ഷത വഹിച്ചു. LDF നേതാക്കളായ MS ശോഭിതൻ, K സുരേഷ്, KP മണിലാൽ, ഡിവിഷൻ സെക്രട്ടറി അനിൽ ആനന്ദൻ, കൗൺസിലർ NX ലിഖിത, VT മധുസൂദനൻ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് നടന്ന ചർച്ചയിൽ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന ഉറപ്പിൽ സമരം അവസാനിപ്പിച്ചു. ഈ ആധുനിക കാലഘട്ടത്തിൽ എവിടെയാണ് ഈ പൈപ്പ് പൊട്ടിയിട്ടുള്ളത്, എവിടെയാണ് പൊട്ടാൻ സാധ്യതയുള്ളത്? ഇവിടെ ഒരു കരാറുകാരനുണ്ട്, ഗോപി. അയാളാണ് ഈ അതിന് അട്ടിപ്പേരുകാരൻ. അയാളാണ് പറയണത് എന്ത് ചെയ്യണമെന്ന്. അയാൾ വേണം അവിടെ വേണ്ടെന്ന് പറഞ്ഞാൽ ഇവരനങ്ങില്ല. ഇതെന്ത് രീതി ഇത്? ഈ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് കഴിഞ്ഞ 10 വർഷക്കാലം നടത്തിയിട്ടുള്ള സമാനതകളില്ലാത്ത വികസന ക്ഷേമ പശ്ചാത്തല സൗകര്യ വികസനങ്ങളുടെ തുടർച്ചയിൽ മെട്രോപൊളിറ്റൻ സിറ്റിക്കകത്ത് പെരുമ്പടപ്പ് ഡിവിഷനിൽ പെരുമ്പടപ്പ് പ്രദേശത്ത് കുടിവെള്ളത്തിന് വേണ്ടി മലിനജലം കുടിക്കേണ്ടി വരുന്ന ഗതികെട്ട ഒരു കാലഘട്ടം ചിലപ്പോൾ ഈ രാജ്യത്ത്. ന്യൂസ് ബ്യൂറോ, പള്ളുരുത്തി.